ആദ്യം തന്നെ നന്ദി, നന്ദി, നന്ദി അല്ലെ? 3 വാക്കല്ല, 30,000 തവണ പറഞ്ഞാലും തികയാത്തത്രയും നല്ല വാക്കുകളാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ അവിടെ അനുഭവിക്കുന്ന സന്തോഷം, ഞാനിപ്പോ കയറി വരുമ്പോ കണ്ടു എല്ലാവരും വളരെ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഏറെ സന്തോഷത്തെ കണ്ടു. ഇതാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ എത്തുന്ന ഓരോൾക്ക്, ഇത് ഇവിടത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ ആൾക്കും നൽകാനുള്ളതും അല്ലെങ്കിൽ ലഭിക്കുന്നതുമായ ഒരേ ഒരു കാര്യമാണ് സന്തോഷം എന്നുള്ളത്. സന്തോഷം എപ്പോഴാണോ നമ്മൾ അനുഭവിക്കുന്നത്, സന്തോഷം എപ്പോഴാണോ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്, സന്തോഷം എപ്പോഴാണോ നമ്മൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്, ആ നിമിഷം മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ നിമിഷം മാത്രമേ നമ്മൾ സമ്പത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ക്ഷേമത്തിലും ആരോഗ്യത്തിലും സൗഖ്യത്തിലുമൊക്കെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആദ്യത്തെ തിരിച്ചറിവാണ് നടത്തേണ്ടത്. എവിടെയാണോ സന്തോഷം നിലനിൽക്കുന്നത് അവിടെ മാത്രമേ, ആരാണ് നമ്മളെല്ലാം പറയാണ് ഭാരതീയ സംസ്കാരത്തിൽ അല്ലേ, ലക്ഷ്മി ദേവത കുടികൊള്ളുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ലക്ഷ്മി ദേവതയ്ക്ക് കുടികൊള്ളാൻ വേണ്ടത് ഐശ്വര്യമാണ്, സന്തോഷമാണ്, ക്ഷേമമാണ്. ഇത് പുറത്തെവിടെയും തേടി നടന്നാൽ കിട്ടില്ല. അയൽപക്കക്കാരൻ സന്തോഷവാനായി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമുണ്ടാകുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മാറി അയൽപക്കാരൻ സന്തോഷിക്കുമ്പോഴും ഞാനും സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നാത്തൂൻ ചിരിച്ചാൽ നമ്മൾ കരയണം എന്ന് തോന്നുന്ന മാനസികാവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ മരുമകൾ ഒന്ന് വീണാൽ സന്തോഷിക്കുന്ന അമ്മായിയമ്മയിൽ നിന്നും, അമ്മായിയമ്മ ഒന്ന് എങ്ങനെയെങ്കിലും കിടന്ന് എന്താ പറയാ നായാൽ മതി എന്ന് സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ഒരുപോലെ ഉൾക്കൊള്ളാനും അവരെ അവരായി നിന്നുകൊണ്ട്, ഭർത്താവ് നേരെ വീട്ടിൽ വന്നാൽ നമ്മളോട് ചൊല്ലിയാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കുള്ളൂ എന്ന അവസ്ഥയിൽ നിന്ന് മാറി എല്ലാത്തിനെയും അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് നീ തന്നെയല്ലോ ഞാനും, ഞാൻ തന്നെയല്ലേ നീയും എന്നുള്ള ചിന്തയിലേക്ക് എപ്പോഴാണോ നമുക്ക് ഉയരാൻ സാധിക്കുന്നത്, ആത്മീയമായ ഉയർച്ച എന്ന് നമ്മൾ അതിനെ പറയും, അതിന് സർവംസമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ യഥാർത്ഥ സന്തോഷം അല്ലെങ്കിൽ ആത്മ സന്തോഷം അല്ലെങ്കിൽ എന്താ പറയാ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ അനുഭൂതി എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ അനുഭൂതിയിലേക്ക് എത്തുന്നത്, അപ്പോൾ ജീവിതത്തിലെ സകല മേഖലകളിലും നമുക്ക് അഭിവൃദ്ധി, അഭിവൃദ്ധി, അഭിവൃദ്ധി മാത്രമാണ് സമ്മാനമായി കിട്ടുക. നമ്മളെപ്പോഴും പഠിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ, നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നീ അറിയുകയും നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും, കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ഫലം ദൈവം നൽകുമെന്നല്ലേ. അങ്ങനെ പല കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, കർമ്മത്തിന് ഫലം നൽകുന്നത് ഈശ്വരനല്ലോ. ഈശ്വരൻ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിലായി കഴിഞ്ഞാലോ മറ്റു ജീസസ് ആയിക്കഴിഞ്ഞാലോ കൈ എപ്പോഴും ഇങ്ങനെയായിരിക്കും അല്ലെ? ഒരു ദൈവത്തിന്റെ കൈ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ടും ദൈവത്തിന് കൊണ്ടുപോയി കാശ് കൊടുക്കാൻ ശത്രു സംഹാര പൂജ നടത്തുന്ന കാലമാണ്. അല്ലെങ്കിൽ ഗണപതി അമ്പലത്തിൽ പോയി എന്താ പറയാ നാളികേരം ഉടച്ചാൽ മാത്രമേ ഗണപതി കനിയുള്ളൂ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ദൈവം എപ്പോഴും നമുക്ക് അനുഗ്രഹം മാത്രമേ നൽകുള്ളൂ. അനുഗ്രഹം ദൈവം നൽകണമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള പാത്രം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. നമ്മളിലാണ് സ്വീകരിക്കേണ്ടത് അല്ലെ? ഒരാൾ നിങ്ങൾക്ക് ചിരി തന്നാൽ ആ ചിരി സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വിഷയം ചിരിക്കുന്ന ആൾക്കല്ലല്ലോ, ചിരി നൽകുന്ന ആൾക്കല്ലല്ലോ, സ്വീകരിക്കുന്ന നമ്മൾക്കാണ് ഓർമ്മ വരിക. അപ്പോൾ ദൈവം എന്ന് പറയുന്ന നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശക്തി നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമേ, സദാ നമുക്ക് ഐശ്വര്യവും ക്ഷേമവും സംതൃപ്തിയും ഒക്കെ മാത്രമേ നൽകുകയുള്ളൂ. പക്ഷെ ഇത് സ്വീകരിക്കാൻ ഇവിടെ ഒരു സ്ഥലം വേണം. ഈ സ്ഥലം പാകപ്പെടുത്തി എടുക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ പാകപ്പെടുത്തലിനാണ് എപ്പോഴും ഹാപ്പിനെസ് മാസ്റ്ററി മുൻഗണന നൽകുന്നത്. ആ പാകപ്പെടുത്തൽ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പല രീതികളിലൂടെ വന്നു പോകുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്നു. ആ മാലിന്യങ്ങളാകുന്ന ഭണ്ഡാരവും പേറിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു ഘട്ടം നമ്മൾ എല്ലാവരും പിന്നിട്ടിരിക്കുന്നു അല്ലെ? എല്ലാവരും ഓൾമോസ്റ്റ് ആൾക്കാരും ആ ഒരു ഘട്ടം പിന്നിട്ടവരാണ്. പിന്നിട്ടപ്പോഴെങ്കിലും മനസ്സിലാക്കുക, ഈ ഭാണ്ഡവമല്ല എനിക്ക് വേണ്ടത്,
എനിക്ക് വേണ്ട ഭാണ്ഡവും ഞാൻ എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്, അതൊന്ന് തിരിച്ച് എടുത്തു കൊണ്ടുവരണം. തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ എന്ത് വേണം? പിറകിലോട്ട് തിരിച്ചു നടക്കാനോ നമുക്കറിയില്ല, അല്ലെ? അത് സാധ്യമാവില്ല. അപ്പോൾ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കില്ലല്ലോ, അല്ലെ? കഴിഞ്ഞതോ കടലിനക്കരെ എന്ന് പറയുന്ന പോലെ, കഴിഞ്ഞ കാലം കടലിനക്കരെ എന്ന് പറയുന്ന പോലെ, ഇപ്പൊ കടലിനക്കരയൊക്കെ പോയി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് പണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് പിറകിലോട്ട് പോയിട്ട് 2 വയസ്സോ 3 വയസ്സോ പ്രായത്തിൽ പോയിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അവിടെ പോലെ പോകാൻ പറ്റില്ല. നമുക്കുള്ളതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അവിടെയാണ് ഹാപ്പിനെസ് മാസ്റ്റർ എന്നും ശ്രദ്ധിക്കുന്നത്. അതിനാണ് ഓരോ ദിവസവും നിങ്ങളെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടെ, വളരെ ചിന്തയോടെ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ, എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ, എനിക്ക് എന്ത് വേണം ജീവിതത്തിൽ എന്ന് നിശ്ചയിച്ചാൽ, കോമ്പസിന്റെ സൂചി അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അങ്ങോട്ട് തന്നെ പോകും ജീവിതം. ഇപ്പോൾ എങ്ങോട്ടും തിരിച്ചു വെച്ചില്ല, അതുകൊണ്ട് കോമ്പസ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോണ്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അപ്പോൾ ജീവിതത്തിൽ എനിക്ക് സന്തോഷം വേണമെന്ന് തീരുമാനിക്കുന്നയാൾ എന്ത് കിട്ടിയാലാണ് ഞാൻ സന്തോഷവാനാവുന്നത് എന്നും കൂടി നിർവചിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? മനുഷ്യൻ എപ്പോഴും 10 കിട്ടിയാൽ 100 മതിയെന്നും 100 കിട്ടിയാൽ 10,000 മതിയെന്നും പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി, എനിക്ക് വേണ്ട 10 ആണോ 100 ആണോ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് നമുക്ക് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആണ്. ഒരു സുപ്രഭാതത്തിൽ സ്വിച്ച് ഇട്ട പോലെ മാറാൻ പറ്റുന്നതല്ല. ബട്ട് ഇറ്റ്സ് ഓൺലി ദ പോസിബിൾ. ഒരു മെത്തേഡ് മാത്രമേ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ലൈഫ്. വെൻ യു ചേഞ്ച് യുവർ തോട്ട്, എന്താ പറയുക, നിങ്ങളുടെ ചിന്തകളെ മാറ്റുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മാറുന്നു. നിങ്ങളുടെ വാക്കുകൾ മാറുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നുള്ള പ്രോസസ്സ് മാത്രമേ സിമ്പിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തോട്ടിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, സാധാരണ മനുഷ്യര് വാച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളെ വാക്കുകളെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. വാക്കുകളെ മനസ്സിലാക്കാൻ പറ്റും. വാക്കുകളിൽ അപശബ്ദങ്ങൾ, എന്താ പറയാ, മുറിയലുകൾ, വെട്ടിത്തിരുത്തലുകൾ, ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ചിന്തകൾ ക്ലാരിറ്റി ഉണ്ടായില്ല. ചിന്തകൾ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ജീവിതം ക്ലാരിറ്റി ഇല്ലാതെ ആവും എന്ന് മാത്രം മനസ്സിലാക്കിയിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വാക്കുകളെ മാത്രം ആലോചിക്കുക, ശ്രദ്ധിക്കുക. എന്ത് ഞാൻ പറയുന്നു, എന്ത് ഞാൻ കേൾക്കുന്നു, അതിനാണ്, അത് മാറ്റാനാണ് ഇതുപോലുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങളും വായിക്കുക, അറിവ് നേടുക, വാക്കുകളുടെ ഉദ്ധരണി ശരിയാക്കുക, പറയുമ്പോൾ വാക്കുകളിലേക്ക് എവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുക. അപ്പോൾ മാത്രം ജീവിതം കൃത്യമായി പോകുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് അടുക്കുന്നു. ഇന്നലെയും മിനിയാന്നുമൊക്കെ യൂട്യൂബിൽ ഹിറ്റായി നടന്നുകൊണ്ടിരിക്കുന്ന മിറാക്കിളുകളാണ്, അല്ലെ? ആൾക്കാർ പറയുന്നു മിറാക്കിൾ. ഒരാൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്, ലോട്ടറി എവിടെ നിന്ന് അടിക്കുന്നു, ആൾക്കാർക്ക് 15 ലക്ഷം കിട്ടി, എങ്ങനെ കിട്ടി? ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പലരും എന്റെ നമ്പർ തപ്പിയെടുത്തു, സാറേ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കണതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ സംഭവിച്ച എല്ലാവർക്കും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അവരുടെ വിശ്വാസം മാറി, അവർക്ക് ലഭിച്ചു. വിശ്വസിക്കുന്നത് എന്താണോ അത് മാത്രം ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണം. ഇപ്പൊ യൂട്യൂബ് കാണുന്ന പുതിയ ആൾക്കാരോടും ചോദിക്കുന്നു, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രവർത്തനം നിങ്ങളുടേതാണ്. നമുക്ക് ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ലഭിക്കുന്നത് നിങ്ങളാണ്, പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങളും ഞാനായിട്ട് നൽകുന്നില്ല. ഒന്നുകൂടി പറയാം, ദിനേശ് സാറ് ഇവിടെ ഒരു അത്ഭുതവും നടത്തുന്നില്ല. അത്ഭുതം നടത്തുന്ന നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ് അത്ഭുതം നടത്തുന്നത്. അത് ചിലവർക്ക് നടത്താൻ സാധിക്കാത്തത് നിങ്ങൾക്ക് അതിനുള്ള എനർജി ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് അതിനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴാണോ ആത്മാർത്ഥമായി അതിലേക്ക് ശ്രമിക്കുന്നത് അത് ലഭിക്കുകയും ചെയ്യും. ഇപ്പൊ തന്നെ ആൾക്കാർ പറയുന്നു, എനിക്ക് 10,000 കിട്ടി, എനിക്ക് സാലറി കൂട്ടി കിട്ടി, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. ഇതെല്ലാം സംഭവികമാണ്, അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതും മനസ്സിനെ പാകപ്പെടുന്നതും നമ്മുടെ ഊർജ്ജ തലത്തെ ഒക്കെ ഉയർത്തുന്നതൊക്കെ. അപ്പൊ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ വിവിധമായ കോഴ്സുകളിലൂടെയാണ് ഞാൻ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്നത്.
എഫേർട്ട് നമുക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ സാധാരണക്കാരന് കിട്ടുന്നതാവുന്ന രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. എന്റെ വലിയ വലിയ കോഴ്സുകളൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നതിൽ വലിയ കോഴ്സുകളുണ്ട്. നിങ്ങളത് എടുക്കണം. സാമ്പത്തികമായി ഉയരണമെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ എല്ലാ ക്ലാസ്സിൽ നിന്നിട്ട് എന്റെ കോഴ്സുകൾ വിൽക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെങ്കിൽ എസെൻഷ്യൽ ആണ്. റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ കോഴ്സുകൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമല്ലേ. ഇന്നലെ റിങ് ഇട്ടപ്പോ തന്നെ ആൾക്കാർക്ക് പൈസ വന്നു അല്ലെ. റിങ് നിങ്ങളുടെ കയ്യിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും കയ്യിൽ റിങ് ഉണ്ടായിരുന്നു. ആർക്കും ഇല്ലാതില്ലല്ലോ. ഇന്നിപ്പോ ബ്രീത്തിങ് ആണ് നിങ്ങൾക്ക് തന്നത്. ബ്രീത്തിങ്ങിന്റെ ഒരു തന്ത്രമാണ് തന്നത് അല്ലെ. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു, ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നാളെ കണ്ടോ അതിൽ വരുന്ന റിസൾട്ട്. ഇതെല്ലാം നിങ്ങളിൽ ഉള്ളത് തന്നെയാണ്. ഞാനതിനെ തൊട്ട് തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിലെടുക്കാം. ഇന്നത്തെ വിഷയം നമുക്ക് എന്താണ്? പണവുമായി ബന്ധപ്പെട്ട അല്ലെ. ഇന്നത്തെ വിഷയം എന്താണ്? മറന്നുപോയി. ആഗ്രഹിക്കുന്ന പണം 1 മണിക്കൂറിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ പേരും റെഡിയും സന്തോഷത്തോടുകൂടി റെഡിയും പറയുക. നെയിം ഹാപ്പി ഐ എം റെഡി. ഒട്ടും മറക്കണ്ട. എല്ലാവരും വന്നോളുക. യെസ് യെസ് യെസ്. എന്റെ കഫക്കെട്ട് പൂർണ്ണമായി മാറിയില്ല. അതുകൊണ്ട് ചില സമയത്ത് സംസാരിക്കാൻ ശരി. യെസ് 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 യെസ്. കമോൺ 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 കമോൺ. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് വീണ്ടും ഓർപ്പിക്കുന്നു, പുതിയ ആൾക്കാരുണ്ടാവും, യൂട്യൂബ് ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും നിങ്ങൾ അതിനകത്ത് ഒരു ബട്ടൺ ഉണ്ട്, എന്താണ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഇവിടുത്തെ ക്ലാസ്സുകൾ കിട്ടും. പലർക്കും സൂമിൽ കയറാൻ സാധിക്കുന്നില്ല, അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. നിങ്ങൾ സൂമിൽ കയറണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ യൂട്യൂബ് വീഡിയോ എല്ലാ ദിവസവും രാവിലെ വരുന്ന കണ്ടാൽ മതി. എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. ഞങ്ങൾ ഇവിടെ വേറൊന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇതേ സാധനം തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കാണാം. ഇനി ഒരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. നമ്മൾ യൂട്യൂബിന്റെ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. യൂട്യൂബിൽ നമ്മൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നാളെ മുതൽ അവൈലബിൾ ആയിരിക്കും. കാരണം പലർക്കും എല്ലാ വീഡിയോയും കാണുന്നത് ഇഷ്ടമല്ല. മെമ്പർഷിപ്പിൽ നമ്മൾ കോഴ്സുകൾ മെമ്പർഷിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം സൂമിൽ ഒന്നും വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾക്ക് ചില കോഴ്സുകൾ, മെഡിറ്റേഷൻസ്, അതൊക്കെ മെമ്പർഷിപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അതിന്റെ 2 ദിവസം കൊണ്ട് അത് എനേബിൾ ആവും. ആർക്കെങ്കിലും മെമ്പർഷിപ്പ് വേണമെങ്കിൽ മെമ്പർഷിപ്പ് അപ്ലൈ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സിന്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേ ചെയ്യണം, നിങ്ങൾ പേ ചെയ്യാം. നിങ്ങൾ കാണുന്ന വാല്യൂബിൾ ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഗുരുദക്ഷിണയായിട്ട് അയക്കാം. ഗുരുദക്ഷിണ അയക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഓരോ ആളുടെയും ഓരോ ഡിഫറെന്റ് മെന്റാലിറ്റി ആണല്ലോ. അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നന്ദി സൂചിപ്പിക്കുന്ന അങ്ങനെയാണ് പലപ്പോഴും ആൾക്കാർ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്കൊന്നും കണ്ടീഷൻസ് ഒന്നുമില്ല അവിടെ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് നൽകാനുള്ളത്. പക്ഷെ ഒരു കാര്യം എല്ലാവരോടും വീണ്ടും 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 റിക്വസ്റ്റ് ചെയ്യാണ്, കഴിവതും നിങ്ങൾ ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ വിഷയമാണ് ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ലോൺ എന്നുള്ളത്. എടുക്കാൻ വളരെ എളുപ്പമാണ്, അടക്കാൻ വളരെ കഷ്ടവുമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ചില ആൾ അഫർമേഷൻ എഴുതുന്ന കണ്ടു, എനിക്ക് ലോൺ കിട്ടണമേ എന്ന് കരുതി അഫർമേഷൻ എഴുതുന്ന കണ്ടു. എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വന്നു. കാരണം വെച്ചാൽ ലോൺ കിട്ടാൻ പോകുമ്പോൾ അഫർമേഷൻ എഴുതുന്ന അവസ്ഥ പാടില്ല. കാരണം ഉള്ളതിൽ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഉള്ളതിൽ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ലോൺ ഒരു പരിഹാരമല്ല. ലോൺ പരിഹാരമാണ്. നമുക്ക് തിരിച്ചടവ് സാധ്യമാണെങ്കിൽ. തിരിച്ചടവാൻ പറ്റാത്ത ഒരാൾക്ക് ഇപ്പോഴുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ വീണ്ടും ലോൺ എടുക്കുക എന്ന് പറയുന്ന ഒരു പരിഹാരമല്ല എന്ന് കൃത്യമായി പറയുന്നു. മാക്സിമം അതിനുള്ള ഒരുപാട് വഴികളുണ്ട്. നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാൾക്ക് ഫൈനാൻഷ്യലായിട്ട് ബാധ്യത, അല്ലെങ്കിൽ ഒരാൾക്കും ഫൈനാൻഷ്യലായിട്ട് ഇന്നത് ചെയ്താൽ ഇന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഞാനായിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ ഞാനായിട്ട് ഒരാളെ ഇത് ചെയ്യാനോ ഉപയോഗിക്കില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ആരും, കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വിളിച്ചു, സാറ് ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, സാറ് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ കുറെ മെത്തേഡ്സുകൾ പറഞ്ഞു തരികയുള്ളൂ. ഇന്ന സ്ഥലത്ത് പോയി ചെയ്യൂ, ഇന്നത് ചെയ്യൂ എന്ന് പറയില്ല. അത് നിങ്ങളുടെ ഓൺ ചോയ്സ് ആണ്. ആ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. അപ്പോൾ മാത്രമേ ഇത് ശരിയാവുള്ളൂ. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മൾ മറ്റൊരു സെഷൻസ് ഇവിടെ തുടങ്ങും. മണി മാത്രം പോരല്ലോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. മണി ആൾക്കാർക്ക് അക്സെപ്റ്റ് ആണ്, ശരിയാണ്. പക്ഷേ എങ്കിൽ പാരന്റിങ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളെ വളർത്തുന്നതിലും കുട്ടികളുടെ കാര്യങ്ങളും അതൊക്കെ നമ്മൾ വിവിധമായ ക്ലാസ്സിലൂടെ വരുന്നുണ്ട്.
നിങ്ങൾക്ക് ഈ വൈകിട്ടത്തെ ക്ലാസ് തന്നെ കുറച്ചും കൂടി പേയ്മെന്റ് ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയി പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന പണം 1 മണിക്കൂറിനുള്ളിൽ ലഭിക്കാൻ നിങ്ങൾ തയ്യാറാണ്? റെഡിയാണല്ലോ? റെഡിയാണ് എല്ലാവരും അല്ലെ? എല്ലാവരും ഒരു 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 ഇമോജി ഇട്ട് റെഡിയാണെങ്കിൽ റിയാക്ട് എന്നതിൽ പോയിട്ട് ഒരു സ്നേഹം ഇട്ടെ. നിങ്ങൾക്ക് ഇതുപോലൊരു സ്നേഹം ഇട്ടെ. ആഗ്രഹിക്കുന്ന പണം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇന്നത്തെ ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പണം ലഭിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ആർക്കെങ്കിലും നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അഭിപ്രായം പറയണം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കണം, അപ്പോൾ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരെയും പെന്നും പേപ്പറും ഉണ്ടല്ലോ? ബുക്സ് എല്ലാവരും ഉണ്ടല്ലോ? ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ആണ് ബുക്കും പേപ്പറും ഉണ്ടായിരിക്കണം. ഒരു പെന്നോ പെൻസിലോ കയ്യിൽ വേണം. മഷി പെന്ന് വേണമെന്നൊന്നുമില്ല, ബ്ലൂ പെന്ന് വേണമെന്നില്ല, റെഡ് പെന്ന് വേണം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു പെന്നോ പേപ്പറോ ഉണ്ടാവണം എന്നുള്ള നിർബന്ധം. കാരണം പലതും നമുക്ക് എഴുതി വെക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് തീരുമാനിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പണം എത്രയാണെന്ന് ഒറ്റ ഡിജിറ്റിൽ അവിടെ എഴുതുക. വെട്ടില്ല, തിരുത്തില്ല, ഒരൊറ്റ പോയിന്റിൽ അവിടെ എഴുതുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ള പണം എത്രയാണെന്ന്. നോ മോർ വെട്ടൽ, നോ മോർ തിരിച്ചൽ, ഒന്നുമില്ല. ഒറ്റ വാക്കിൽ എഴുതാൻ പറ്റണം. ഇത് എഴുതാൻ പറ്റുന്ന സ്മാർട്ട് ബോയ്സ് ഇവിടെ എത്ര ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്ന, ആലോചിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പോ എത്രയപ്പോ എഴുതേണ്ടത്, എത്ര പറഞ്ഞാൽ കിട്ടുമെന്ന് ആലോചിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ക്യാമറയുടെ പിറകിലായതുകൊണ്ട് ഇവിടെ എഴുതണ്ട, ചാറ്റ് ബോക്സിൽ ഇടണ്ട. ഞാനെന്തായാലും തരാൻ പോണില്ല. അതുകൊണ്ട് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ട് യാതൊരു കാര്യം ഇട്ടോളൂ കേട്ടോ. ഞാൻ എന്ന് വെച്ചിട്ട് ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും എഴുതിയല്ലോ? ഒറ്റ ഡിജിറ്റിൽ എഴുതിയല്ലോ? ഓക്കെ. ഇനിയാണ് നമ്മൾ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ലളിതമായി അത് കയ്യിൽ വരാനുള്ള പരിപാടി. ഒറ്റ മിനിറ്റ് കേട്ടോ, മ്യൂസിക് വേണം. ഓക്കെ, 1 ഫ്ലോർ ഒക്കെ വേണം. ആയിരിക്കട്ടെ. തഥാസ്തു, 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 തഥാസ്തു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എഴുതണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ആ തുക ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക്? എഴുതിക്കോളൂ, അവിടെ എഴുതിക്കോളൂ. ഉണ്ടോ ഇല്ലെന്ന് അവിടെ എഴുതിയാൽ മതി. അവിടെ എഴുതിക്കോളൂ. ഉണ്ട് അല്ലെ? ഓൾമോസ്റ്റ് ആൾക്കാർ പറയും ഉണ്ടെന്ന് പറയും അല്ലെ? ഓൾമോസ്റ്റ് ആൾക്കാർ ഉണ്ടെന്ന് പറയുമല്ലോ. ലഭിച്ചിട്ടില്ല എന്നവരാണെങ്കിൽ പറഞ്ഞു ഓക്കെ, ലഭിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആൾക്കാർ ലഭിച്ചിട്ടുണ്ട് തന്നെ. ആ തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളുടെ വികാരം എന്തായിരുന്നു അത് ലഭിച്ചപ്പോൾ? ഒന്ന് ആലോചിച്ച് നോക്കി. സന്തോഷമായിരുന്നോ? നിങ്ങൾ ഒന്നും ചിന്തിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഭയങ്കര വികാരമായിരുന്നോ? അല്ലെങ്കിൽ കരച്ചിൽ വന്നോ? സന്തോഷം വന്നോ? അല്ലെങ്കിൽ ഭയം തോന്നിയോ? എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? സ്വാഭാവികമായും നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഹാപ്പി പറയും, അതല്ല അർത്ഥം കേട്ടോ. ശരിക്കും നിങ്ങൾ മനസ്സിന് തൊട്ട്, ഇവിടെ എഴുതുന്നതിന് യാതൊരു പ്രശസ്തിയില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊട്ടു നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ തുക നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊട്ടു നോക്കി സത്യസന്ധമായി എഴുതുക. സന്തോഷം എന്നൊക്കെ ഇവിടെ ഹാപ്പിനെസ് മസ്റ്റ് എന്നിട്ട് ഹാപ്പി ഹാപ്പി പറയും. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ നിങ്ങൾക്കറിയും നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു. അത് മാത്രം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എഴുതി അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് ഫീൽ ചെയ്യുന്ന ആൾ എന്ന് അറിയിക്കുക. ഇത് വളരെ ലളിതമാണ്, വളരെ ലളിതമാണ് സംഭവം. ഫീൽ ചെയ്തല്ലോ, മനസ്സിലായല്ലോ, എന്തായാലും അത് എഴുതി വെച്ചല്ലോ. ഇനിയുള്ള ചോദ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പണം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഇനിയും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? യെസ്. ശൂന്യതയിലേക്ക് എറിയരുത്, ശൂന്യതയിൽ കല്ലെറിയരുത്. അത് തിരിച്ച് ഏത് ഭാഗത്തും വീഴും.
ഉണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് ആത്മാർത്ഥമായിരിക്കണം നിങ്ങളുടെ ഓരോ വാക്കുകൾ. വെറുതെ ഇലൂഷൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ സാധനം കിട്ടില്ല. ഇലൂഷൻ സൃഷ്ടിക്കരുത്, ആത്മാർത്ഥമായിരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് കാരണം എല്ലാവരും ശൂന്യതയിലേക്ക് പറയും. അതല്ല, ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം എന്ന് എഴുതുന്നു. ഇനി അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ചിലവർക്ക് മാത്രമായി പണം ലഭിക്കുകയും മറ്റു ചിലർക്ക് കിട്ടുക? അതായത് നമുക്കിപ്പോ നമ്മളെ കാര്യം തന്നെ എടുക്കാം, ചിലർക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുന്നു, നമുക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ചിന്തയിൽ എന്തായിരിക്കും അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും? ഒന്ന് ടൈപ്പ് ചെയ്ത്. ചിലവർക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനനുസരിച്ച് പൈസ കിട്ടുന്നു, എനിക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാത്തത്? ടൈപ്പ് ചെയ്ത് നോക്കി നിങ്ങളുടെ ആൻസർ. ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. യെസ്, ശ്രമിക്കാത്തതുകൊണ്ട് ചിന്തകൾ മാറ്റം വരുന്നു. ബിലീവ്സ്, വിശ്വാസമില്ലാത്തത് കൊണ്ട്. പെർഫെക്റ്റ് ആക്ഷൻ വിത്ത് കോൺഫിഡൻസ്, കിട്ടിയതിന് നന്ദിയില്ല, ഞാനൊന്നും കേട്ടില്ല. ആ എന്താ? ക്യാഷിന്റെ ആകർഷണമില്ല, വിശ്വാസമില്ല, മൈൻഡ് സെറ്റ് ആണ് വിഷയം, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്തു ആത്മാർത്ഥമായ ശ്രമം ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കാശ് നമുക്ക് വരാത്തത് ആരുടെ വിഷയമാണ്? ആരാണ് നമുക്ക് കാശ് വരാത്തതിന് ഉത്തരവാദി? നമ്മൾ തന്നെയല്ലേ? റിലേഷൻഷിപ്പും നമ്മൾ തന്നെയാണ് നമുക്ക് കാശ് വരാത്തതിന് പൂർണ്ണമായ ഉത്തരവാദി. നമ്മുടെ മൈൻഡ് സെറ്റ് എന്നോ കോൺഫിഡൻസ് ഇല്ലായ്മയെന്നോ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കാത്തതുകൊണ്ടോ എന്ത് തന്നെ പറഞ്ഞാലും നമുക്കിലേക്ക് കാശ് വരാത്തതിന്റെ പരിപൂർണ ഉത്തരവാദി നമ്മൾ മാത്രല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അത് ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ എവിടെയാണ് ഫണ്ടമെന്റലായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത്? ഫണ്ടമെന്റലായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത് എന്നിൽ തന്നെയാണ്, അല്ലെ? എന്നിലെ മൈൻഡ് സെറ്റിനെ, എന്നിലെ ബ്ലോക്കേജിനെ, എന്നിലുള്ള ഭയത്തെ, എന്നിലുള്ള ആത്മാർത്ഥമായ ശ്രമമില്ലായ്മയെ, എന്നിലുള്ള സത്യസന്ധത ഇല്ലായ്മയെ, എന്നിലുള്ള വിശ്വാസത്തെ ആണ് മാറ്റേണ്ടത്. ഇതല്ലേ പ്രധാനമായ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കാര്യത്തെ എടുക്കാം. നിങ്ങൾ ഇപ്പൊ നാട്ടിൽ വളരെ കുറവായിരിക്കും കാണാനില്ല, പണ്ടത്തെ അവസ്ഥയിൽ കാണും പൂമ്പാറ്റകൾ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണ് വണ്ടുകൾ, പൂമ്പാറ്റകൾ, ചെറിയ ചെറിയ കിളികളെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് എവിടെയാണ് ഉണ്ടാവുക? നല്ല പൂന്തോട്ടത്തിലാണ് ഈ സാധനം, അല്ലെ? നല്ല പൂന്തോട്ടത്തിൽ മാത്രമേ ഇതുണ്ടാവൂ. ഈ നല്ല പൂന്തോട്ടം എങ്ങനെ ഉണ്ടാവും? അവിടെ നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നല്ല പൂന്തോട്ടം ഉണ്ടാവും, അല്ലെ? ഈ നല്ല ചെടികൾ വെച്ച് വെച്ചാൽ മാത്രം മതിയോ? അവിടെ നല്ല ഫലപുഷ്ടി ഉണ്ടാവണം, അല്ലെ? നല്ല ഫലപുഷ്ടി ഉണ്ടായാൽ മാത്രം മതിയോ? നല്ല മണ്ണുണ്ടാവും. മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കണം. അപ്പൊ ആദ്യം പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ ആദ്യം മണ്ണിനെ പാകപ്പെടുത്തിയെടുക്കണം. അത് കഴിഞ്ഞ് നല്ല വിത്തുകൾ വിതയ്ക്കണം. നല്ല വിത്തുകൾക്ക് നല്ല വളം ചേർക്കണം. നല്ല വളം ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല പുഷ്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നല്ല പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ചിത്രശലഭങ്ങളും വണ്ടുകളും പൂമ്പാറ്റകളും അല്ലെങ്കിൽ വണ്ടുകളും ചെറുപക്ഷികളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? വളരെ ലളിതമല്ലേ? അപ്പൊ പണം ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ആദ്യം നല്ല മനസ്സുണ്ടാവണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, നല്ല പ്രവർത്തനം ഉണ്ടാവണം, ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടാവണം. അപ്പോൾ നല്ല പൂക്കൾ ഉണ്ടാവും ഇവിടെ.
ആ പൂക്കളുണ്ട്, ആ പൂക്കളാകുന്ന മനസ്സത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സദാ സന്തോഷത്തിൽ പൂക്കൾ എന്താണ് ചെയ്യുന്നത്? പൂക്കൾ എന്താണ് നമുക്ക് നൽകുന്നത്? സദാ സന്തോഷമാണ് പൂക്കൾ നൽകുന്നത്, അല്ലെ? പൂക്കൾ കണ്ട സന്തോഷിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ വെള്ളം, വളം ചേർക്കുന്ന വളം തന്നെ, വെള്ളം വളമാണ്, അത് കുഴപ്പമില്ല. ഇനിയിപ്പോ വെള്ളത്തിൽ കയറി പിടിക്കണ്ട. വെള്ളവും വളവും രണ്ടും ചേരുമ്പോൾ മാത്രമേ ഫലപുഷ്ടിയാവുള്ളൂ മണ്ണ്. പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷമില്ലാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ട്? പൂക്കൾ സന്തോഷത്തിന് പ്രതീകമാണ്. അപ്പോൾ സന്തോഷം എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമാണ് പണമാകുന്ന വണ്ടുകൾ, പണമാകുന്ന ചിത്രശലഭങ്ങൾ, പണമാകുന്ന കുഞ്ഞു കിളികൾ വരികയുള്ളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാകലാണ് പ്രധാനമായ കാര്യം എന്ന് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ പണം എന്തുകൊണ്ട് എനിക്കില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടിയോ? നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതി. പണമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അയാൾക്ക് സന്തോഷം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആരെ എടുത്തു നോക്കിയാൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടാവാം. ഇവിടെയുള്ള പുതിയ ആൾക്കാർ അത് അനുഭവിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ അയൽവാസി പറയുന്നുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ടാവും. എപ്പോഴും കംപ്ലൈന്റ് ആണ്. ഫലമോ? ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് എടുക്കാം. പണക്കാരനായ ആരെങ്കിലും ദാരിദ്ര്യത്തെ പറ്റി പറയാം, അല്ലെങ്കിൽ അസന്തുഷ്ടരായിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? പരാതി പറയുന്ന കണ്ടിട്ടുണ്ടോ? സമ്പന്നർ പരാതി പറയില്ല, ദരിദ്രർ മാത്രമേ പരാതി പറയുള്ളൂ. എന്തിനൊക്കെ പരാതി പറയും? എല്ലാത്തിനും. പണമില്ലാത്തതിന് മാത്രമല്ല അവർ പരാതി പറയുന്നത്. ദരിദ്രൻ പണമില്ലാത്തതാണ് അവന്റെ വിഷയമെങ്കിൽ പണത്തെ മാത്രം പരാതി പറഞ്ഞാൽ പോരെ? എനിക്ക് പൈസ ഇല്ല എന്ന് മാത്രം പരാതി പറഞ്ഞാൽ മതിയോ? പോരെ? അതല്ലേ വേണ്ടു. ഒരു ദരിദ്രനെ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ആയിരിക്കും പരാതി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യം അവൻ പറയും എനിക്ക് സുഖമില്ല, എന്നും അസുഖമാണ്. രണ്ടാമത് അവൻ പറയും അവർ ഒട്ടും ശരിയല്ല. മൂന്നാമത് അവൻ പറയും എപ്പോഴും നാട്ടിൽ പ്രശ്നങ്ങളാണ്. നാലാമത് അവൻ പറയും ലോകത്തിലെ സകലകല വിഷമതകളെ പറ്റി അവൻ അറിയും. ലോകത്തിൽ എവിടെ എന്തൊക്കെ നടക്കുന്നു വെച്ചാൽ അത് മുഴുവൻ അവൻ അറിയും. ഏതാണ് നല്ലതല്ല, യുദ്ധമോ അടിപിടിയോ ആരെങ്കിലും എവിടെയെങ്കിലും കത്തി കൊണ്ട് ഇങ്ങനെ വീശിയാൽ അവൻ അറിയും. അത് കൊണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ അവൻ ഊഹിച്ചു ബാക്കി ഇങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് കാണിച്ചതെന്നൊക്കെ അവൻ അറിയാം. ടി വിയിൽ നടക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും വിഴുങ്ങി വെച്ചിട്ടുണ്ടാവും. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അവര് ഞാൻ അവരെ വിളിക്കുന്ന പേരാണ് CB ബോക്സ്. അവർ ഓപ്പൺ ആക്കുമ്പോൾ CB ബോക്സ് ഓപ്പൺ. കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. ഫലമോ? എന്നും ദാരിദ്ര്യം. അവൻ പൈസയെ പറ്റി പറയുന്നത് വളരെ കുറവായിരിക്കും. കാരണം പൈസയെ പറ്റി പറയാനില്ല, അവൻ പൈസ ഇല്ലല്ലോ അവന്. പിന്നെ അവൻ പറയും, എപ്പോഴും പൈസയെ പറ്റി ചോദിച്ചപ്പോൾ അതെനിക്കില്ലല്ലോ, അതില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത്. എല്ലാവരും ആരുടെ കയ്യിലാണ് ലിക്വിഡ് ക്യാഷ് 1 കോടി രൂപ കയ്യിലുള്ളത്? ആരുടെ കയ്യിലാണ് ബാങ്കിൽ ഒറ്റയടിക്ക് ഈ പണക്കാരനായ ആൾക്കാരനെ എടുക്കുക? ആരുടെ കയ്യിലാണ് ഒരു 10 ലക്ഷം ഒന്നിച്ചെടുക്കാനുള്ളത്? വളരെ ലളിതമല്ലേ? വളരെ കുറവല്ലേ? ഒരു വലിയ 1.5 കോടി 2 കോടി വീട് കെട്ടിയവന്റെ കയ്യിലും 10-15 ലക്ഷം വീട്ടിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടാവോ? ഒരാളുടെ കയ്യിലും ഉണ്ടാവില്ല. എന്നിട്ട് അവൻ പണക്കാരനല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പണം എന്ന് പറയുന്നത് എന്താണ്? ഊർജമാണ്, എനർജിയാണ്, അവന്റെ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ പൈസ എവിടെയുള്ളത്? ഇപ്പൊ ഉള്ള ആൾക്കാരോട് ചോദിക്കാം, നിങ്ങളുടെ കാശുള്ള ആൾക്കാരോട് ചോദിക്കാം നിങ്ങളുടെ പൈസ എവിടെയുണ്ട്? നിങ്ങൾ പറയും ബാങ്കിലാന്ന് പറയും, അതെ നിങ്ങൾ പറയും മറ്റൊരു സ്ഥലത്തുണ്ടെന്ന് പറയും. നിങ്ങൾ പറയും യഥാർത്ഥത്തിൽ എവിടെയുണ്ട്? ഒന്നുമില്ല, വെറും ഡിജിറ്റ്സ്, വെറും നിങ്ങൾക്ക് കിട്ടിയ ഒരു വിശ്വാസം മാത്രമാണ്. ബാങ്കിൽ പോയി നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇപ്പൊ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ കാണുമ്പോൾ കറണ്ട് ബാലൻസ് എന്ന് കാണിക്കുന്ന ഒരു ഡിജിറ്റ് മാത്രമാണ്. അത്രയേ നിങ്ങൾക്കുള്ളൂ. പക്ഷെ ആ ഡിജിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നു, നിങ്ങളുടെ ഊർജം ഉയരുന്നു, വിശ്വാസം ഉണ്ടാകുന്നു. ഇത് മാത്രമാണ് പണത്തിലുള്ള ഏകമായ കാര്യം. പക്ഷെ അവനിതില്ല, ഇല്ല ഇല്ല എന്ന് പറയുന്നു. ആരെങ്കിലും ബാങ്കിൽ നെഗറ്റീവ് ബാലൻസ് കാണാറുണ്ടോ? ഇല്ലല്ലോ, വളരെ റെയർ അല്ലേ. പക്ഷെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് എത്ര ഉണ്ടാവും? 10 ലക്ഷം, 15 ലക്ഷം, 50 ലക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പണം
നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി കാര്യം, നിങ്ങളിപ്പോ ഒരു പണത്തെ പറ്റി ആഗ്രഹിച്ചല്ലോ. നേരത്തെ ഞാനൊരു കാര്യത്തിൽ പണത്തെ പറ്റി പറഞ്ഞ് നിങ്ങൾക്ക് ആഗ്രഹിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ വിശ്വാസം എന്താണ്? ആ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ല? ഞാൻ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിൽ ഉണ്ടോ ഇല്ലേ? ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ? ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ പറഞ്ഞു. ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്. നമ്മളില്ല എന്ന് പറയുന്നത് മാത്രമാണ്. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റില്ലേ? നമ്മളുടെ കയ്യിൽ ആ കാശുണ്ട്, ആവശ്യത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ നിർണയിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങളാണ്. ആ കാശ് കൊണ്ട് നമുക്ക് എന്ത് ആവശ്യമെന്ന് സത്യസന്ധമായി നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ കാശ് നമ്മളിലേക്ക് വരും. ഇവിടെ എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള എനർജി കൊടുത്താൽ, എനർജി എന്ന് പറയുന്ന നമ്മൾ കൊടുത്താൽ മാത്രമേ ആ സാധനം നമ്മളിലേക്ക് വരികയുള്ളൂ, അല്ലാതെ വരില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, നമ്മളുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്കേജുകളാണ് നമ്മൾ ഇതിനകത്ത് നിർത്തുന്നത്. ഇതിന് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മൈൻഡ് സെറ്റ് മാറ്റാത്തടത്തോളം കാലം നമുക്ക് പറ്റില്ല. ഇപ്പൊ എന്തുകൊണ്ടാണ് 2020 മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയത്? എന്തുകൊണ്ടാണ് റിങ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് 7 മിറാക്കിൾസ് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ആൾക്കാർക്ക് കിട്ടിയത്? എന്തുകൊണ്ടാണ് ജേണി ടു ഹാപ്പിനെസ്സിൽ ചേർന്നവർക്ക് സന്തോഷം ലഭിക്കുന്നത്? അവർ വളരെ സൈലന്റ് ആണ്, സന്തോഷവാന, എപ്പോ നോക്കിയാലും ബ്ലസ്ഡ്, സന്തോഷത്തിലാണ് അവർ. എങ്ങനെ സംഭവിക്കുന്നു? അവരുടെ ബിലീഫ് സിസ്റ്റമാണ് മാറിയത്. അല്ലാതെ അവര് നാട്ടിലുള്ളവരെല്ലാവരും US പോയിട്ട് ജോലി നേടുക അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കുകയും ചെയ്തിട്ടില്ല. അവരെല്ലാം അവിടെ തന്നെ ഉണ്ട്. അവരുടെ സാഹചര്യങ്ങളാകുന്ന അവർ മൈൻഡ് സെറ്റാണ് ഒറ്റ നിമിഷം കൊണ്ട് ഷിഫ്റ്റ് ആയത്. ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ മാത്രമാണ്, അതാണ് നമുക്ക് ടെസ്റ്റിമോണിയിൽ കാണുന്നില്ല ആൾക്കാർ സംസാരിക്കുന്നത്. ഒരു മൈൻഡ് സെറ്റാണ് മാറുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. അപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന ബ്ലോക്കേജുകളെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ നമുക്ക് മാറ്റിയെടുക്കുക. ആ ബ്ലോക്കേജുകളെ മാറ്റിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളാന്ന് കരുതിക്കോ. നല്ല വെള്ളമുണ്ട്, ഓടയിൽ വെള്ളമുണ്ട്. അത് അവിടെ എവിടെയായി കെട്ടിക്കിടക്കുകയാണ്. ഉപയോഗിക്കാൻ പറ്റുമോ? വെള്ളമുണ്ടതിന് വല്ല ഗുണമുണ്ടോ? അത് ഉപയോഗശൂന്യമാണ്. അപ്പോൾ ആ കിടക്കുന്ന മാലിന്യങ്ങൾ എപ്പോഴാണോ എടുത്തു കളയാൻ പറ്റുന്നത്, അപ്പോൾ അവിടെ വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാവും. പിന്നെ ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്ക് ആർക്കും അനായാസേന ഉപയോഗിക്കാൻ പറ്റും. ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ എടുത്തു കളയാന്നാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. ഇതിനാണ് നമ്മൾ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി, എന്റെ പുസ്തകം വായിച്ചവർക്കറിയാം. മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത് വായിച്ചവർക്ക് മനസ്സിലായി. നമ്മുടെ 10 മാലിന്യങ്ങളെ നമ്മൾ എടുത്തു കളയാത്തടത്തോളം കാലം, ആത്മീയമായി പറഞ്ഞാലോ അല്ലെങ്കിൽ മതപരമായി പറഞ്ഞാലോ ഊർജപരമായി പറഞ്ഞാലോ അല്ലെങ്കിൽ എന്താ പറയാ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും ഈ സാധനത്തെ എടുത്തു കളയാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതിൽ സ്പിരിച്വാലിറ്റിയിൽ ഇത് പറയും, നമ്മുടെ കാർമിക് കാരേജ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ അതുപോലുള്ള ബ്ലോക്കേജുകൾ എന്ന് പറയും. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനെ ക്ലെൻസ് ചെയ്ത്, ഇതിനെ ക്ലീൻ ചെയ്തെടുക്കാത്തിടത്തോളം കാലം നമുക്ക് പോകാൻ പറ്റില്ല. അതിന് ഒരു തരത്തിൽ കൂടി പറഞ്ഞാൽ നമുക്ക് 5 കോശങ്ങളുണ്ടെന്ന് അറിയാം അല്ലെ? മനോമയ കോശം, അന്നമയ കോശം, ഇങ്ങനെ 5 തരത്തിലുള്ള കോശങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ ഈ ബോഡിയിൽ നമുക്ക് വല്ലായ്മയും ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക? സാധ്യമാവില്ല. കൊടുക്കുന്ന ഊർജമൊക്കെ മാറിപ്പോവും. 10,000 രൂപ കിട്ടണമെങ്കിൽ 10,000 തത്തുല്യമായ ഊർജം കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് ലഭിക്കുള്ളൂ. വെറുതെ കിട്ടുമോ? പണം ഒരിക്കലും വെറുതെ കിട്ടുന്ന സാധനമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കിട്ടുന്ന പാരിതോഷികമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എനർജി കൂട്ടണം. ഇതിന് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ മാലിന്യങ്ങൾ റിമൂവ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന മുഴുവൻ കോഴ്സ് അതിനുള്ളതാണ്. ഫുള്ളായിട്ട് ഈ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കുകയാണ്. പിന്നെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ് അതിന്റെ അടുത്ത തലമാണ്, 2ാമത്തെ തലമാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ കോഴ്സിൽ ചേരുക, പഠിക്കുക, എന്നിട്ട് മാറ്റുക, എന്നിട്ട് ജീവിതത്തിൽ മാറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പറയുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ പറയുന്നതിൽ എന്ത് വേണമെന്ന് നമുക്കാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ് കിട്ടുന്നില്ല എങ്കിൽ അത് മറ്റൊരാളെ അറിയിച്ചാൽ ആർക്കെങ്കിലും 1 കിലോ നെറ്റ് കൊണ്ടുതരാൻ പറ്റുമോ? സാധ്യതയേ ഇല്ലല്ലോ. അങ്ങനെ ഒരു പരിപാടി ലോകത്ത് നടക്കില്ലല്ലോ. അപ്പൊ എന്തിനാണ് ഈ ആവശ്യം ഉള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് ഈ ഒരു ചിന്താഗതികളാണ് ആദ്യം മാറ്റേണ്ടത്. ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം ഇരിക്കുന്നത്. ഇത് വെറുതെ പറയാണ്, പറഞ്ഞവനോ ഗുണമില്ല, കേൾക്കുന്നവനോ ഗുണമില്ല. വെറുതെ എനർജി വെറുതെ കളയാണ് അവിടെ. ഇതാണ് തോട്ട് പ്രോസസ്സിൽ മാറ്റം വരുത്തുന്നത്. ഇതിനാണ് മാലിന്യങ്ങളെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കുറച്ച് എമൗണ്ട് കൂടിയതാണ്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ മുഴുവനായിട്ട് പഠിക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക, ജീവിതത്തിന്റെ അത്യുന്നത തലങ്ങളിലേക്ക് പോവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്ന. രണ്ടാമത്തെ കാര്യം, ഇത് അത്രയും വലിയ കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത്രയും പഠിത്തം വിവരം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് അതിനെ ചെറിയ കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. ആ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ ഓൾറെഡി ഞാൻ 15-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീസ് ഇപ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 1011 രൂപയാണ്. ആദ്യം ജോയിൻ ചെയ്ത 100 പേർക്കാണ് 48 പേരോളം ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 1111 രൂപയ്ക്ക് ആ കോഴ്സ് കിട്ടും. അത് 100 പേര് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, നമ്മളൊരു കോഴ്സ് തുടങ്ങി കഴിഞ്ഞാൽ 250 ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും. വാട്സപ്പിലൂടെയാണ് ക്ലോസ്. ഇപ്പൊ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ആണ്. 10 ദിവസത്തെ ക്ലാസ് ആണ്. 1111 ആണ് ഫീസ്. ഇനി അത് കഴിഞ്ഞാൽ 100 പേര് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആയിട്ടും ഫീസ് അടുത്ത മാജിക് നമ്പർ ഏതാണോ അതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ മാജിക് നമ്പർ ഏതായിരിക്കും അടുത്തത്. 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? ആ ഓഫർ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ ഉപയോഗിക്കാം. ഇനി നമ്മൾ വരുന്ന എല്ലാ കോഴ്സുകളും ഇതുപോലെയായിരിക്കും. ആദ്യം വരുന്ന 100 പേർക്ക് ഇത്രയും, അത് കഴിഞ്ഞ് വരുന്നവർക്ക് മറ്റും ഒന്നും തോന്നരുത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ആവശ്യം, മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങൾക്കാണ്. അതിനുവേണ്ടി എനിക്ക് ഇവിടുന്ന് പല കാര്യങ്ങൾ ചെയ്തു തരാൻ മാത്രമേ പറ്റുള്ളൂ. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നമ്മൾ നല്ലതായിട്ട് എല്ലാ ദിവസവും ഫ്രീ ക്ലാസ് തരുന്നുണ്ട്. ഇത് പഠിക്കുക, മാറുക, എന്നിട്ട് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കുക, മാറുക, മാറ്റമുണ്ടാക്കുക. അപ്പോൾ നമുക്ക് സാധിക്കില്ല എന്ന് തോന്നരുത്. എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും. നമുക്ക് സാധിക്കാത്തതായ ഒരു കാര്യം ലോകത്തില്ല എന്നറിയുക. അത് വളരെ ലളിതമായി എങ്ങനെ നമുക്ക് സാംശീകരിച്ചെടുക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിലേക്ക് കയറുക ആദ്യം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പേയ്മെന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പുതിയ ഗ്രൂപ്പിലേക്ക് പോവുക. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അഡ്മിൻ ഉണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് കൊണ്ട് ഷെയർ ചെയ്യുക. അഡ്മിൻ ഉണ്ടോ അവിടെ? ജസ്റ്റ് ആൾക്കാർക്ക് പിന്നേക്ക് ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. ഒരു സെക്കൻഡ്. അതുപോലെ അടുത്ത് പറയാനുള്ള കാര്യമാണ് 10 days അല്ലെ, മിറാക്കിൾ 10 days. ഒറ്റ സെക്കൻഡ്, ഞാനിപ്പോ തന്നെ ഇതിലിട്ടേക്കാം. യൂട്യൂബ് വീഡിയോന്റെ ലിങ്കിന്റെ യൂട്യൂബിൽ താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അത് എവിടുന്ന് വരുന്നു? ആദ്യം 100 പേർക്കേ ഉള്ളൂ. ഇതിൽ വേണ്ടവർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർക്ക് പെയിൻ ചെയ്യാം, ചാൻസ് എടുക്കുക. കാരണം അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പബ്ലിക്കിൽ കിട്ടില്ലെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അത് വളരെ സിസ്റ്റമാറ്റിക്കായി ലഘൂകരിച്ച് ഇത്രയും സമയമില്ലാതെ വെറും ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ഞാൻ പഠിപ്പിക്കുന്ന കാര്യം 10 മിനിറ്റിനകത്ത് അവിടെ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിന്റെ ആണ്. മിറാക്കിൾസ് ഓൺ ദ വേ നൗ. മിറാക്കിളുകൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് യാതൊരു തർക്കമില്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. സ്വർണ്ണമഴ നിങ്ങൾക്ക് ലഭിച്ചു. പക്ഷെ ആ ഭാഗ്യം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. ഇന്ന് വരെ പേയ്മെന്റ് ചെയ്തവർക്ക്, അഡ്വാൻസ് ആയി പേയ്മെന്റ് ചെയ്തവർക്ക് മാത്രമേ ഗോൾഡ് ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവസാന നിമിഷം പേയ്മെന്റ് എന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒന്നും തോന്നുന്നത്, ഉൾപ്പെടുത്താൻ യാതൊരു തർക്കമില്ല, കാര്യമില്ല. ഇന്ന് വരെ പേയ്മെന്റ് ചെയ്ത് എത്ര പേരുണ്ട് അത്ര പേര് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഗോൾഡൻ, അല്ലെ? അങ്ങനെയല്ലേ നമ്മളൊരു നറുക്കെടുപ്പ് പ്രഖ്യാപിച്ചാൽ അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇനിയും ആരെങ്കിലും പേ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുക. ബാക്കി നാളെ മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി. കൺഫേം ചെയ്യുക. നമുക്ക് അവിടെ ഒരു മിറാക്കിള്
സംഭവിച്ചിരിക്കുമെന്ന് യാതൊരു തർക്കമില്ല. അത്രയും ഭംഗിയായി നമ്മൾ ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഒന്നല്ല അവിടെ സംഭവിക്കുന്നത്. സിമ്പിൾ ടെക്നിക്കുകൾ നിങ്ങൾ മൈൻഡ് സെറ്റ് മുഴുവൻ മാറ്റി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുതിയൊരാളായി പൈസ, സമ്പത്തിന്റെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ജീവിതത്തിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും പുറത്തു പോകുന്നത്. അത് 100% ഗ്യാരണ്ടീഡ്. അത്രയും ഉണ്ടവരും പെട്ടെന്ന് അഡ്മിനെ വിളിച്ചോളുക, ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. അപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് 1 മണിക്കൂറായിട്ട് പണം വരുത്തണ്ടേ, ആ ടെക്നിക്ക് പഠിക്കണ്ടേ? റെഡിയാണല്ലോ? അപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞതൊക്കെ എടുത്തു വെച്ചോളൂ. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പണം നമ്മളിലേക്ക് എത്താൻ പറ്റുമെന്ന് നോട്ടായി പറയുന്നു. വിശ്വാസം നിങ്ങളുടേതാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നിങ്ങൾ ഭയമാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നെങ്കിൽ ഭയം നിങ്ങളെ തേടി വരും. നിങ്ങൾ സന്തോഷമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നെങ്കിൽ സന്തോഷം നിങ്ങളെ തേടി വരും. പൈസയാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പൈസ നിങ്ങളെ തേടി. പുലിയെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, പുലി വരും. എലിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്, എലി വരും എന്ന് പറഞ്ഞ പോലെ ലളിതമാണ് പ്രക്രിയ. വിശ്വാസം നിങ്ങളുടേത്, അതിൽ കയറി കളിക്കാൻ ഒരാൾക്കും പറ്റില്ല എന്നറിയുക. ഒരുപാട് സ്പിരിച്വൽ എടുത്തു വെക്കാൻ പറഞ്ഞത് കേട്ടില്ല. എന്തെടുത്തു വെക്കാനാണ് ഞാൻ പറഞ്ഞത്? എന്തെടുത്തു വെക്കാനാ? നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് റിലേറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. എന്തെടുത്തു വെക്കാൻ? ഇവിടെ ഒന്നും എടുത്തു വെക്കാൻ ആരും പറഞ്ഞു. എലിയെയും പുലിയെയും പറ്റിയാ ഞാൻ പറഞ്ഞത്. അതുമായിട്ട് അത് എടുത്തു വെക്കണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്റെ കോൺസെൻട്രേഷൻ കളയരുത് ദേവു. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമോടൊന്നും പറയണേ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു പ്രാക്ടീസ് ചെയ്യണ്ടേ? 1 മണിക്കൂറിൽ നമ്മൾ ആഗ്രഹിച്ച പണം നമ്മളിലേക്ക് എത്തണം. ഇതാണ് നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ആവശ്യം. റെഡി? നൗ എല്ലാവരും തയ്യാറാവുക. മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകാൻ തയ്യാറാവുക. നിങ്ങൾ ആഗ്രഹിച്ച പണം എന്താണോ അത് കൃത്യമായി മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, റെഡി? ഞാൻ ഒരു ചെറിയൊരു മ്യൂസിക് വെച്ച് തരാം. നമ്മൾ മെഡിറ്റേഷന്റെ ഫണ്ടമെന്റൽ ഇതാണല്ലോ അല്ലെ? നമ്മൾ മെഡിറ്റേഷൻ എപ്പോഴും എല്ലാവർക്കും സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. റിലാക്സ് യുവർ ബോഡി. പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. എവിടെയാണോ നമ്മൾ റിലാക്സേഷനിലേക്ക് പോകുന്നത് അപ്പോൾ മാത്രമേ നമ്മുടെ ബുദ്ധി തത്തുല്യമായി ഉയരുകയുള്ളൂ, ഫോക്കസ് നടക്കുകയുള്ളൂ എന്നറിയുക. അതുകൊണ്ട് ഷുഡ് ബി റിലാക്സ്, ഫോക്കസ് യുവർ സെൽഫ്. സ്വസ്ഥമായിരിക്കുക. സ്വസ്ഥമായിരിക്കുക. ഇനി നിങ്ങൾ നേരത്തെ നിങ്ങൾ ആഗ്രഹിച്ച ആ പണം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ആഗ്രഹിച്ച ആ തുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എത്രയാണോ അത്രയും തുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കൃത്യമായി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. ഇനി ആ പണം നിങ്ങളിലേക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ഹൗ ഡു യു ഫീൽ ഇറ്റ്? ആ വികാരം നിങ്ങൾ കൃത്യമായി അറിയുക. ഭയമാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ല സന്തോഷമാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിർവികാരതയാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല? അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ്. എവിടെയാണോ സന്തോഷം അനുഭവിക്കുന്നത് അവിടെ മാത്രമേ വണ്ടുകൾ, അല്ലെങ്കിൽ എവിടെയാണോ പൂക്കൾ വിടരുന്നത് അവിടെ മാത്രമേ വണ്ടുകൾ വരികയുള്ളൂ എന്നറിയുക. എവിടെയാണോ സന്തോഷം അനുഭവിക്കുന്നത് അവിടേക്ക് മാത്രമേ സത്യസന്ധമായ പൂർണ്ണമായ എനർജി ഫ്ലോ ഉണ്ടാവുകയുള്ളൂ എന്നറിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ്സ് ആണ് വരുന്നത് എന്ന് അറിയും. ഇനി നിങ്ങൾക്ക് ആ കാശ് ലഭിച്ചു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങൾ ഉദ്ദേശിച്ച ആ പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അത് പൂർണ്ണമായി ഒന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഏത് മീഡിയത്തിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതേ മീഡിയത്തിൽ, ബാങ്കിലേക്കാവാം, ഗൂഗിൾ പേ ആവാം, എങ്ങനെയാവാം, അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. പൂർണ്ണമായും നിങ്ങൾ അത് വിശ്വസിക്കുക. എങ്ങനെ, എന്ത്, എപ്പോൾ ഒന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തി, അതുണ്ടാവാതെ നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങൾ വിശ്വസിക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പണം, നിങ്ങൾ ഉദ്ദേശിച്ച പണം ലഭിച്ചിരിക്കുന്നു. ഞാനത് അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പണം ഇപ്പോൾ അത് നിങ്ങളുടേതായിരിക്കുന്നു. അതുകൊണ്ട് നീ വിളിക്കുന്ന പണത്തെ വിളിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ മുഖഭാവം എങ്ങനെയായിരിക്കും എന്ന് കാണട്ടെ. നിങ്ങളുടെ മുഖഭാവത്ത് വരുന്ന ഭാവം ജസ്റ്റ് ഒന്ന് അറിയട്ടെ. ഏതാണോ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവം നിങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്കും പറ്റില്ലല്ലേ? അത് നിങ്ങൾ ആ പണത്തോട് നൽകുന്ന നന്ദിയാണെന്ന് അറിയുക. നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ലഭിച്ചതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ലഭിച്ചതിന് നിങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. 9 തവണ നിങ്ങൾ ആ പണം ലഭിച്ചതിന് നന്ദി പറയുക. ആ പണം നിങ്ങൾക്ക് ലഭിച്ചതിന് നിങ്ങൾ 9 തവണ നന്ദി പറഞ്ഞിരിക്കും. ഇനി അത് ലഭിക്കാനുള്ള കാരണം എന്ത് തന്നെയായാലും നമുക്കും അപ്പുറത്തുള്ള ഒരു ദൈവത്തിന്റെ, നമുക്കും അപ്പുറത്തുള്ള ഏതോ അദൃശ്യ ശക്തിയുടെ, ദൈവത്തിന്റെ, പരമകാരുണ്യവാന്റെ, അല്ലാഹുവിന്റെ, അല്ലെങ്കിൽ മറ്റ് ഏത് ദേവതയെ നിങ്ങൾ വിളിച്ചാലും ആ ദേവതയുടെ കൃപാ കടാക്ഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതില്ലാതെ ഈ ലോകത്തൊന്നും നടക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് നന്ദി പറയാൻ മറക്കരുത് ദൈവത്തിനോട്. നിങ്ങൾ ദൈവത്തിനോട് 11 തവണ നന്ദി പറയും. പുഞ്ചിരിച്ച മുഖത്തോടുകൂടി സമ്മാനമായി നൽകിയ ആ തുകയ്ക്ക് ദൈവത്തിനോട് 11 തവണ നന്ദി പറയുക. ആത്മാർത്ഥമായി സത്യസന്ധമായി ഇരിക്കണം നന്ദി പറയുന്നത്. ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി, ആത്മാർത്ഥമായും ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള, ഹൃദയത്തിനകത്തു നിന്നുള്ള നന്ദിയായിരിക്കും പ്രകാശിപ്പിക്കേണ്ടത്. വെറുതെ കൈകുപ്പി അമ്പലത്തിൽ പോയി കൈമുക്കുന്ന പോലെ ആവരുത്, ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ആ പണം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതമായ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, എപ്പോഴാണോ എനിക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആ പണം എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. എപ്പോഴാണോ എനിക്ക് ആ പണത്തിന്റെ ആവശ്യമുള്ളത് അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. ആ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ പൂർണ്ണമായും ആ നിങ്ങളുടെ ആഗ്രഹിച്ച പണം ലഭിച്ച ആ വൈബ്രേഷനിൽ ശരീരത്തിലെ മുഴുവൻ ആ മാറ്റം നിങ്ങളൊന്ന് ഉൾക്കൊള്ളുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും അതിന് തത്തുല്യമായി മാറുകയാണ്. ഓർക്കുക, ആവശ്യാനുസരണം എപ്പോഴാണോ എനിക്ക് ആ കാശിന്റെ ആവശ്യമുള്ളത് ആ സമയത്ത് യഥാവിധി, അല്ലെങ്കിൽ ഉദാരമായി, അല്ലെങ്കിൽ നമുക്ക് അൺകണ്ടീഷണലായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഇപ്പോൾ ആ പണം നമ്മുടേതാണ്. നമ്മുടെ പണം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പണം വന്നിരിക്കും. അത് 100% നിങ്ങളിൽ എത്തിയിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളുടെ എനർജിയും പണത്തിന്റെ എനർജിയും ബാലൻസ്ഡ് ആണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ എനർജിയും സത്യസന്ധമാണ്, ദൈവത്തിനുമായി കണക്ട് ചെയ്യുന്നതാണെങ്കിൽ
ആ പണം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അത് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ഇത് ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രക്രിയ. ഞാൻ മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പതുക്കെ തിരിച്ചു വരാം. നൗ യു ആർ എൻ വെൽത്തി മാൻ. നിങ്ങളൊരു പണക്കാരനാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് എടുക്കുക, ഉപയോഗിക്കുക. താങ്ക് യു എവരി വൺ. മിറാക്കിളുകൾ നാളെ വരട്ടെ. നാളത്തെ ക്ലാസ്സിൽ പറയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. അൺകണ്ടീഷണലായി കളങ്കരഹിതമായി മുന്നോട്ട് പോവുക. സത്യസന്ധമായ പ്രവർത്തനം നടത്തുക. മിറാക്കിളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാകും. അതുണ്ടാവാൻ നമ്മൾ സത്യസന്ധമായി വിശ്വസിക്കുന്നത് എന്താണോ അതിനനുസരിച്ചമായ ഊർജ തലങ്ങളിലേക്ക് കൂടി ഉയർത്താൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ എന്താ പറയാ, പണ്ട് ദേവി സ്വർണ്ണമഴു സമ്മാനമായി ലഭിച്ച മരം വെട്ടുകാരന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ആയിരിക്കും. നമ്മൾക്ക് അർഹതയുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അത് ലഭിക്കുക. താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യാം. താങ്ക് യു. ഇവിടെ എടുത്തോണ്ട. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശാന്തകുമാരിയാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, ഒരു മിനിറ്റ്. ബാക്കിയുള്ള അൺമ്യൂട്ട് ചെയ്യണേ. ശാന്തകുമാരി പറഞ്ഞു. എനിക്ക് നാളത്തെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ട്. പക്ഷെ 10-ാം തീയതിയാണ് ശമ്പളം കിട്ടുക സാറേ. അപ്പോഴേ അടയ്ക്കാൻ പറ്റുള്ളൂ എനിക്ക്. നാളെ എന്ത് ക്ലാസ്സാ? അല്ല, ഇവിടെ 18-ാം തീയതി ഒരു ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. 15-ാം തീയതി. 15-ാം തീയതി തുടങ്ങുന്നില്ല. അതിന് ചേരണമെന്നുണ്ട് സാറ്. പക്ഷെ 10-ാം തീയതിയാണ് ഇവിടെ മേഡം ശമ്പളം തരിക. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ കൂടുതൽ പൈസ അടച്ചാൽ മതിയല്ലോ. ഞാൻ മനസ്സ് തുറന്ന് ചിരിക്കട്ടെ സാറ്. ചിരിക്കണല്ലോ. അതല്ലേ കാര്യങ്ങള്. അപ്പൊ സാറ് എത്ര, അപ്പൊ 10-ാം തീയതി ആണെങ്കിൽ എത്ര എമൗണ്ട് അടയ്ക്കണം? അത് 10-ാം തീയതി പറഞ്ഞ അതും കൂടി ഒന്ന്. അതിപ്പോ പറയാം. അത് എന്തായാലും എമൗണ്ട് കൂടുതലായിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂടുതൽ എന്തായാലും എനിക്ക് അനുസരിച്ചിട്ട് സാറ് പറയുമെന്ന് ഞാൻ യൂണിവേഴ്സിനോട് പറയുന്നു. യെസ്, അവിടെയാണ് പ്രത്യേകത. അത് ചെയ്തു. ഓക്കെ സാറേ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഒരു മിനിറ്റ്. പറഞ്ഞോ. ഒരു മിനിറ്റ്. ആരാത് പറഞ്ഞത്? ഇപ്പോൾ ആരായിരുന്നു? ആൻഡ്രേസിയാവോ? അല്ലെങ്കിൽ എല്ലാവരും മിക്സാ? സുധാഹരികരൻ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തോ. പറ്റുന്നില്ലേ? അവിടെ അൺമ്യൂട്ട് ചെയ്യാലോ. എനിക്കിന്ന് രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ടെക്നിക്ക് ചെയ്തു. ഞാൻ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു 10,000 ബില്ല് വന്നു. 10,000 കിട്ടിയോ? കിട്ടിയത്. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ നമ്മുടെ വിഷു സമയത്ത് ഞാൻ ഒരു സാധനം നമ്മൾ പണി വെക്കുമ്പോൾ കുറച്ച് ഗോൾഡ് വെച്ചിരുന്നു അതിന്റെ കൂടെ. അത് എടുത്തു വെച്ചു. പക്ഷെ എനിക്കത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഇത്ര കാലത്തോട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് എനിക്കത് ഓർമ്മ വന്നു എടുത്തിരുന്നു. ആണോ? ഇനി വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? മറന്നു വെച്ച എവിടെയെങ്കിലൊക്കെ ബാക്കി? എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ചൊന്നും ഓർമ്മയില്ലായിരുന്നു. കുറച്ച് അധികം തേടി, ഞാൻ ലോക്കറിലൊക്കെ തേടി കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഏതോ നമ്മൾ പോയി പറഞ്ഞെടുക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് പോയി എടുത്തിട്ട് വന്നു. പിന്നെ എന്റെ മറ്റേ ബാങ്കിന് ഞാൻ ഒരു പറഞ്ഞില്ല, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രശ്നം വന്നു പറയില്ലേ, അത് ആ പൈസ എനിക്ക് ചെയ്ത് കിട്ടി. റെഡിയായി. കുറച്ച് ദിവസം കൊണ്ട് എത്രയൊക്കെയാണ് സംഭവങ്ങള്.
അല്ലേ? എല്ലാ ആർക്കും പറയാൻ ഓർത്തായിരുന്നു പറയാതിരുന്നത്. സന്തോഷം നന്നായി വരട്ടെ. ഇനിയും അങ്ങനെ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ 4 മണിയാകുമ്പോൾ തന്നെ വിളിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ അതിൽ ചെറിയ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകട്ടെ. സ്മിത അൺമ്യൂട്ട് ചെയ്തോ. താങ്ക് യു. അൺമ്യൂട്ട് ചെയ്തോ സ്മിത. യെസ്. സർ, നമ്മള് ജെ പി നഗർ വീട്ടിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ഹൗസ് ആണ് ഇത്. അവിടുന്ന് ഇപ്പൊ ഒരു പുതിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു 3 വർഷം മുമ്പ്. അപ്പോ ഇപ്പൊ അവിടേക്ക് ഷിഫ്റ്റ് ആവാനായിട്ട് തീരുമാനിച്ചു. കുട്ടികളൊക്കെ ഇപ്പോഴാണ് സമ്മതിച്ച്. എല്ലാം എഴുതി വെച്ചതുപോലെ തന്നെ അവിടേക്ക് ഷിഫ്റ്റ് ആവാനും അവിടുത്തെ ടെനൻസ് വെക്കേറ്റ് ചെയ്യാനും ഒക്കെ എഴുതി വെച്ചു. അതുപോലെ തന്നെ നടന്നു സർ. അപ്പൊ ഒരു ഡേറ്റ് അത് കുറെ സന്തോഷമായി പുതിയ വീട്ടിലേക്ക് പോകുന്നതില്. അതൊരു കുറെ എഴുതി വെച്ചതുപോലെ തന്നെ അതേ ഡേറ്റുകളെല്ലാം അവര് വെക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞതും എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. ഡേറ്റ് എഴുതി വെച്ചായിരുന്നോ? ഡേറ്റ് ഞാൻ ഡിസംബർ 28 മുമ്പ് അവര് അവിടുന്ന് ഷിഫ്റ്റ് ആവുന്ന എഴുതി വെച്ചതുപോലെ വെച്ചു. പക്ഷെ അവര് 12 തന്നെ കീ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറഞ്ഞു. കുറെ സന്തോഷം സർ. വെരി ഗുഡ്. അമേസിംഗ് ചേഞ്ചസ് ഇൻ ഗുഡ് ലിസണർ. ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടെ നിൽക്കുന്നതിന്റെ നല്ല മാറ്റം സ്മിതയിലുണ്ടാവും. താങ്ക് യു സർ. താങ്ക് യു വെരി ഗുഡ്. ഓക്കെ, ഇനി ആരുണ്ടല്ലോ സംസാരിക്കാണ്ടോ? ഉണ്ട്, ഹാൻഡ് റൈസ് ചെയ്യണം, എന്നാലേ നമുക്ക്, അല്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഒച്ച ഉണ്ടാക്കണം. ഖദീജമ്മ പറയൂ, എവിടെയായി 2 ദിവസമായി കണ്ടിട്ട്? അൺമ്യൂട്ട് ചെയ്തോ. സർ താങ്ക് യു. പിന്നെ 2 ദിവസം പറയാൻ പറ്റൂലല്ലോ, കാരണം വേദന ഒന്നും പറയരുതെന്നല്ലേ. അപ്പൊ എനിക്ക് ചെറുന്നനൊരു കാലുവേദന ഉണ്ടായിനി, ഇപ്പം കുറച്ച് പല്ലുവേദന ഉണ്ടായിനി. പക്ഷെ സുഖായി, അൽഹംദുലില്ലാഹ് സുഖായി. നാളെ ഞാൻ 10 ലക്ഷം കിട്ടിയിട്ട് ആറ്റിറ്റ്യൂഡ് പറയും സാറിനോട് ഇൻഷാ അല്ലാഹ്. താങ്ക് യു. I will wait for it. Very good. Thank you. പ്രാർത്ഥിക്ക്. Thank you. ഗീതമണി പറഞ്ഞോളൂ മാം. സാറ് ഫുൾ പേയ്മെന്റ് ചെയ്തവർക്കാണ് കാലിക്കറ്റില് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞേ, ലക്കി ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന്. ഗോൾഡ് ഇന്ന് വൈകിട്ട് വരെ പേയ്മെന്റ് ചെയ്തു, ഫുൾ പേയ്മെന്റ് വേണമെന്നില്ല, നിങ്ങൾ കൺഫേം ചെയ്താൽ മതി. പേയ്മെന്റ് കൊടുത്തിട്ട് കൺഫേം ചെയ്താൽ മതി. ശരി. ബാക്കി പേയ്മെന്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്യുക, കാരണം അവിടെ നിന്ന് റഷ് ആയിരിക്കും. കാരണം നമുക്ക് ആൾക്കാർ എല്ലാം പ്രാവശ്യത്തെ പ്രോഗ്രാം രാവിലെ 9 മണിക്ക് വന്നപ്പോ തന്നെ സ്ട്രെയിറ്റ് സ്റ്റാർട്ട് ചെയ്യും. കാരണം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്, അതുകൊണ്ട് കൂടുതൽ സമയം ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് മുമ്പേ തന്നെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ മുമ്പേ തന്നെ വരുന്നതിന് മുമ്പേ തന്നെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തോളാം. പിന്നെ അവിടെ ഒന്ന് തപ്പാൻ നിൽക്കണ്ട. പക്ഷെ ഗോൾഡ് ഇന്ന് ഡിക്ലൈൻ ചെയ്യുന്നതിന് മറ്റത് ഉപയോഗിച്ചോളൂ. ഡിക്ലൈൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പേയ്മെന്റ് വേറെ ഗൂഗിൾ പേ ഉണ്ടല്ലോ, 3 എണ്ണം ഉണ്ടല്ലോ, മാറി ചെയ്താൽ മതി. ഇതിലേക്ക് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇന്ന് അഡ്വാൻസ് ചെയ്തവർക്കൊക്കെ ആ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം. നിങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ട് ലക്കി ഡ്രോയിൽ ആൾക്കാരെ എണ്ണം അറിഞ്ഞിട്ട് വേണം എനിക്ക് ഗോൾഡ് മേടിക്കാൻ പോകാനായിട്ട്. ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോൾഡാ, അവിടുന്ന് കൊണ്ടുവരുന്ന ഗോൾഡാ, നാട്ടിലെ ഗോൾഡ് അല്ല. പോയിന് ഇവിടുത്തെ. അപ്പൊ നിങ്ങൾ പേ ചെയ്താലേ എനിക്ക് നാളെ പോയി മേടിക്കാൻ പറ്റും. അതൊന്നും മറക്കണ്ട, കൺഫേം ചെയ്തു. ഓക്കെ, ശരി. വേറെ ആർക്കെന്തും സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. നമ്പർ അഡ്മിൻ അതിനുണ്ടല്ലോ, ലൈലജി മാറി മറ്റേ നമ്പർ ശ്രമിച്ചു നോക്കണം. വിജയലക്ഷ്മി പറഞ്ഞോ. ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഏതാ സാറേ ചെയ്യേണ്ടത്? 15-ാം തീയതി തുടങ്ങുന്നതിലായിരുന്നു. ഏതാ ഹാപ്പിനെസ് മാസ്റ്ററിംഗ് ചേരാൻ സാറെന്ന് പറഞ്ഞതിന് ഞാനന്ന് പൈസ ഫുൾ അടച്ചായിരുന്നു. കോഴ്സിനാ പറഞ്ഞേ, ജേർണി ടു ഹാപ്പിനെസിന്റെ ഫുൾ കോഴ്സ്. മറ്റേ ചെയ്താൽ നിങ്ങൾക്ക് മതിയാവില്ല. അത് മറ്റത് എന്താ പറയുന്നത് വെച്ചാൽ, ചെറിയ ബഡ്ജറ്റ് ഉള്ള ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള ചെറിയ കോഴ്സ്. അല്ല, എനിക്ക് മറ്റേതാ മതി, വലുത് മതി. അതാ ഞാൻ ചോദിച്ചത്. അതിപ്പോ ഇന്നും കൂടിയുള്ളൂ ആ 5,999 ഓഫർ. മറ്റന്നാൾ മുതൽ ഫുൾ ഓഫർ ഇല്ല, 10,000 ഫുൾ പേയ്മെന്റാ. അയ്യോ, അത് എന്നിട്ട് പറഞ്ഞില്ലായിരുന്നല്ലോ സാർ. ഞാൻ അടച്ചിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് നിങ്ങൾ പേ ചെയ്തോ? 2000 അടച്ചായിരുന്നു, അന്നേ അടച്ചായിരുന്നു. എന്നാ പിന്നെ ക്ലാസ് ജോയിൻ ചെയ്യിപ്പ്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടില്ല? ജോയിൻ ആയിട്ടില്ല.
സാറ് പറഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നു ജോയിൻ ആക്കാൻ. ഞാൻ ജോയിൻ പ്രസീത മാമിനോട് ഇല്ലില്ല, ചോദിച്ചായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. നമ്പർ ഒന്ന് പ്രസീദക്ക് അയച്ചു കൊടുക്കണേ. ഇന്നിപ്പോ ആഡ് ചെയ്യാം. ശരി സാർ. നാളെ മുതൽ തുടങ്ങിക്കോളൂ. ബാക്കി പിന്നെ അയച്ചാൽ ശരി. ശരി ശരി. അതെപ്പോഴാ സാറേ തുടങ്ങുന്നത്? എപ്പോഴാ? അത് നമ്മൾ ആപ്പിലല്ലേ? ഇമെയിൽ ഐ ഡി ആപ്പിലേക്ക് അപ്ലോഡ് ആക്കി തരാം. നിങ്ങൾ ഓൾറെഡി ഉണ്ട് എനിക്കിതുണ്ടല്ലോ. 2020 മറ്റേ 7 ഡേയ്സിന്റെ അതിന്റെ കൂടെ തന്നെ കിട്ടും. താങ്ക് യു സാർ. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് അതിന്റെ അസൈൻമെന്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ രാധിക പിന്നെ ഷീല മാം അവിടെ ഉണ്ട്. അവരത് കംപ്ലീറ്റ് ഓരോന്ന് മോണിറ്റർ ചെയ്ത് നിങ്ങൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നോക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എനിത്തിങ് ഇപ്പൊ ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ക്ലാസ് എടുത്തതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലേ? എന്റെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ആണോ, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നും ഇല്ലല്ലോ അല്ലേ? അത്തരം ഡൗട്ടുകൾ ആദ്യം ചോദിക്കാൻ മടി കാണിക്കരുത്. ശരി, അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അല്ലേ? സോ താങ്ക് യു ടു എവരി വൺ. നാളെ എല്ലാവരും മിറാക്കിളുമായി വരിക. നിങ്ങൾ ആ 7 ഡേയ്സിന്റെ ക്ലാസ്, ലോ ഓഫ് അട്രാക്ഷൻ ഇതിന്റെ ഇടയിൽ പോവും. അതിനുവേണ്ടി പിടിച്ചേക്കേണ്ട. അത് ആകെ 10 മിനിറ്റേ ഉള്ളൂ. മറ്റേ 10 ഡേയ്സിന്റെ ക്ലാസ് മിസ്സാക്കരുത്. 100 പേർക്ക് കിട്ടുന്നത്. പിന്നെ എമൗണ്ട് കൂടും. മാക്സിമം പേ ചെയ്ത് ആക്കാൻ നോക്കുക. കാലിക്കറ്റ് വരുന്നവരാണെങ്കിൽ കാലിക്കറ്റ് കഴിഞ്ഞിട്ട് പേ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കാലിക്കറ്റ് വരുന്നവര് രണ്ടിനും കാശില്ലാതാവണ്ട, ഇടിച്ചു കയറട്ടെ. യെസ്, കവിത ഹരിദാസ് പറഞ്ഞോളാം. ഞാനേ എപ്പോഴും മെഡിറ്റേഷൻ എല്ലാം ചെയ്യും. ഇപ്പൊ സാറ് പറഞ്ഞതെല്ലാം ചെയ്യുമ്പോ ഇങ്ങനെ കൊട്ടവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്താന്ന് എനിക്കറിയാം. ഇങ്ങനെ വാ ഇങ്ങനെ ആന്ന് പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എപ്പോഴും വരും. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴും മനസ്സിൽ കാണുമ്പം കുളിര് ഇങ്ങനെ കൊട്ടവ ഇടും. ശരി, അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട്? അല്ല, അതെന്താ വല്ല കുഴപ്പം കൊണ്ടാണോ? കുഴപ്പമില്ല, വരില്ലല്ലോ. ഇല്ലല്ല, നോക്കൂ, സിമ്പിളാണ്. നിങ്ങൾ പാനിക് ആവണ്ട. സിമ്പിളാണ്. നമ്മൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ശരീരം മാറ്റം പ്രകടിപ്പിക്കില്ലേ? അതൊന്ന് പ്രകടിപ്പിക്കട്ടെ. പിന്നെയും കുറെ കാലം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. കുറെ കാലം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് അല്ലേ? ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണിക്കും. അത് പോട്ടെ. അത് കഴിഞ്ഞ് കൂടുതലായിട്ട് വരുന്നുണ്ട് നമുക്ക് അപ്പം നോക്കാം കേട്ടോ. മെഡിറ്റേഷൻ ഉണ്ടല്ലോ, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാൻ സാറിന്റെ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ടുള്ളത് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ചേർന്നിട്ട് അതിപ്പോ ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് അത് നല്ലതെന്ന് പറയോ, അല്ല നിങ്ങൾ പേടിൽ വരണമെന്ന് പറയോ? എന്തായിരിക്കും ഞാൻ പറയുക? പേടി വരണം. ഞാൻ വരുന്നുണ്ട്. സ്വാഭാവികല്ലേ? വേണ്ട, നിങ്ങൾ അത് ചെയ്താലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടേതായ ഉചിതമായ രീതിയിൽ ചെയ്യുക. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്നു മെഡിറ്റേഷൻ. ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു, അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു. രണ്ടും രണ്ട് കാര്യമാണ്. എനിക്കറിയാം. ഞാൻ എന്തായാലും വരും. ഓക്കെ, താങ്ക് യു. ശരി, ഉടനെ എത്തും. താങ്ക് യു. ഹോട്ടൽ എവിടെയാ? ഹോട്ടൽ വുഡീസ്, കാലിക്കറ്റ്, ഓപ്പോസിറ്റ് ജയലക്ഷ്മി, നിയർ ടു റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ വന്നാൽ മതിയല്ലേ? അതല്ലേ നിങ്ങൾക്ക് എളുപ്പം. മാഹിന്ന് ട്രെയിൻ വന്നാൽ പോരെ? രാവിലെ കയറിയാ പോരെ? 1 മണിക്കൂറല്ലേ ഉള്ളൂ. 1 മണിക്കൂറുണ്ട്. 1/2 മണിക്കൂറോ? 1 മണിക്കൂർ. 1 മണിക്കൂർ അത്രേ ഉള്ളൂ. ഒരു 8 മണിക്ക് വിട്ട് 7:30 മണിക്ക് വിട്ട് ഇറങ്ങിയാ പോരെ? 7:30 ട്രെയിൻ ഉണ്ട്. 9 മണിക്ക് തുടങ്ങും. 1 മിനിറ്റും ലേറ്റ് ആവില്ല. ഓക്കെ, ഞാൻ വേറെ ഒന്നുമില്ലല്ലോ. ഡൗട്ടൊന്നുമില്ലല്ലോ. അതയച്ച ആ ഗ്രൂപ്പിലുണ്ട് നമ്പർ. ഇതിനകത്ത് വുഡീസ് ഹോട്ടൽ, വുഡീസ് ബ്ലേസർ, വുഡീസ് ബ്ലേസർ ഗ്രൂപ്പിലിട്ടേക്കാം. ഗ്രൂപ്പിലാണില്ലേ? കാലിക്കറ്റ് ഗ്രൂപ്പിലാണില്ലേ? വേണ്ട, പറഞ്ഞാൽ മതി. ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ മതി. വുഡീസ് അതായത് തൊട്ട് ആ ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് തന്നെ കിടക്കുന്ന ഉള്ളത്. ശരി. അവിടെ എത്തുമ്പോ ഓർമ്മയുണ്ട്. ആരെ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ പറയാൻ ഓർമ്മ ഉണ്ടാവോ? സാറിന് ഓർമ്മയുണ്ട്. സാറിന് ഒരിക്കലും മറക്കൂല. പേര് ഓർമ്മ ഉണ്ടാവല്ലേ? ടെക്നിക്കിന്റെ റിങ് ഊരി വെക്കാൻ പറ്റുമോ? ഊരി വെക്കണോ?
ഞാൻ ഉപയോഗിക്കാറില്ല റിങ്. ഒഴിവെക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, റിങ് ഊരി വെക്കുന്നതിന് പിന്നെന്താ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം? ഇല്ല, കയ്യുമ്പോൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച ടെക്നിക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. ഇന്ന് പഠിപ്പിച്ചത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനല്ലേ? ഇന്ന് പഠിപ്പിച്ച ടെക്നിക്ക് കേട്ടായിരുന്നോ? കേട്ടിരുന്നു, അത് ഞാൻ ചെയ്തിട്ടില്ല. അല്ല, ഓക്കെ, ഇന്ന് പഠിപ്പിച്ച ടെക്നിക്ക് കേട്ടായിരുന്നോ? കേട്ടിരുന്നു. അത് ഉപയോഗിക്കാമല്ലോ നമുക്ക് എപ്പോഴും. ഉപയോഗിക്കാം. അപ്പൊ റിങ് ഒഴിവാക്കിയിട്ട് ഇത് ചെയ്തോളൂ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയല്ലോ, എല്ലാം ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആണെന്ന്. അതിപ്പോ നാളെ വേറൊന്ന് വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഏത് സൂട്ടബിൾ ആണെന്ന് ചെയ്താൽ മതി. എല്ലാത്തിന്റെ ഉദ്ദേശം നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനല്ലേ ഉള്ളൂ. റിങ് തന്നെ വേണമെന്നില്ല. ചിലവർക്ക് റിങ് ആയിരിക്കും, ചിലവർക്ക് വളയായിരിക്കും, ചിലവർക്ക് ബ്രീത്ത് ആയിരിക്കും, ചിലവർക്ക് നാളെ വരുന്ന വേറെ ആയിരിക്കും. അങ്ങനെ പലതും ഉപയോഗിക്കാം. നിങ്ങൾക്ക് കാര്യം നടത്താൻ മതിയല്ലോ നമുക്ക്. അതല്ലേ നമ്മുടെ ഉദ്ദേശം.